വിശുദ്ധ ഒസ്വാൾഡ് രാജാവ് തന്റെ ജീവിതത്തിലെ ഒരു അനുഭവം പങ്കുവയ്ക്കുന്നുണ്ട്. രാജാവ് ദരിദ്രർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു പതിവുണ്ടായി. ഒരു ദിവസം ഭക്ഷണം കൊടുത്തപ്പോൾ ഭക്ഷണം തികയാതെ വന്നു. ആ നിമിഷം രാജാവിന്റെ ആരോ വന്ന് പറഞ്ഞു ഭക്ഷണം തികഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ തന്റെ ഭക്ഷണമേശയിലുണ്ടായിരുന്ന മാംസം എല്ലാവർക്കും എടുത്തു കൊടുത്തു എന്നാണ് പറയുന്നത്. ആ കൊടുക്കൽ കണ്ടു കഴിഞ്ഞപ്പോൾ കൂടെയുണ്ടായിരുന്ന ഒരു വ്യക്തി, ഒരു വിശുദ്ധൻ തന്നെയാണ്. ആ വിശുദ്ധൻ പറഞ്ഞു, അങ്ങയുടെ കരം അഴുകാതിരിക്കട്ടെ. നമ്മൾ പങ്കുവെക്കുമ്പോൾ നമ്മുടെ കൈകൾ അതുപോലെ അധരങ്ങൾ അഴുകാതിരിക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കുറച്ചായിരിക്കാം, അല്ലെങ്കിൽ നമുക്കുള്ളതായിരിക്കാം, നമുക്ക് പങ്കുവെക്കാൻ ഒരു മനസ്സുണ്ടാകുമ്പോൾ അതൊന്നും അഴുകാത്ത ജീവിതങ്ങളായിട്ട് മാറുമെന്നുള്ളതാണ്. നമ്മുടെയൊക്കെ ജീവിതങ്ങൾ, നമ്മുടെയൊക്കെ കരങ്ങൾ അഴുകാത്ത ജീവിതങ്ങളായിട്ട് മാറൂ എന്നുള്ളതാണ്. മരിച്ചു കഴിയുമ്പോൾ വെറുതെ നഷ്ടപ്പെടുത്തി കളയുന്നതിനേക്കാളും മുമ്പ് നല്ലത് ഇതുപോലെ ജീവിതത്തിൽ നന്മകൾ ചെയ്ത് അഴുകാതിരിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? നമുക്ക് ചിലപ്പോൾ ഒന്നും ഉണ്ടാകില്ല, ഉള്ളത് മതിയെന്നേ. ആ ഉള്ളത് നമുക്ക് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാം നല്ല മനസ്സോടുകൂടി. നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും കടന്നു വരുമ്പോഴേക്കും കുറേയേറെ പരിഭാവങ്ങളും അതുപോലെ തന്നെ കുറേയേറെ കുറ്റപ്പെടുത്തലുകളൊക്കെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു 10 രൂപ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ആ 10 രൂപ നല്ല മനസ്സോടുകൂടി കൊടുക്കുമ്പോൾ നീ മനസ്സിലാക്കേണ്ടത്രയുള്ളൂ, നിന്നോട് ദൈവം പറയുക, നിന്റെ കരം അഴുകാതിരിക്കുക. ആരെങ്കിലും കടന്നു വരുമ്പോഴേക്കും നമ്മൾ തുടങ്ങും, പറ്റിക്കുകയാണല്ലേ, ഞങ്ങൾ ഇന്ന് എല്ലാ ദിവസം വരുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്തിനാ ആ മനുഷ്യൻ അങ്ങനെ കടന്നു വരുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ചിന്തിക്കേണ്ടത്രയേ ഉള്ളൂ. അങ്ങനെ ചോദിക്കാൻ ആ മനസ്സ് കാണിക്കുന്ന അത്രയും കുനിയല്ലേ നമ്മുടെ മുമ്പിൽ, അത്രയും എളിമപ്പെട്ടുകൊണ്ടല്ല അദ്ദേഹം കടന്നു വരുന്നത്. പറ്റിച്ചോട്ടെ, നമ്മൾ ചിന്തിക്കേണ്ടത്രയേ ഉള്ളൂ. അഴുകാതിരിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? നമ്മുടെ കരങ്ങൾ അഴുകാതിരിക്കുമോ? പ്രാർത്ഥിക്കാം, ധ്യാനിക്കാം.